വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ബീഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണിത്. ചെറിയൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. ബീഡ് വെച്ചിട്ട് തന്നെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കളറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രീനാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗ്രീനിൽ വരുന്ന ഷെയ്ഡുകൾ തന്നെ വരുന്ന മുത്തുകൾ എടുക്കുക. പിന്നെ ഐ പിന്നും ഹെഡ് പിന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എലാസ്റ്റിക് ത്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ത്രെഡിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. പിന്നെ ഞാൻ പ്ലെയറും കട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ആവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഏത് നെയിമാണോ എഴുതേണ്ടത് ആ ഒരു നെയിം വെച്ചിട്ടുള്ള ബീഡ്സ്, നമ്മുടെ നെയിം ബീഡ്സ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിദ്റ എന്നുള്ള പേരാണ് എടുക്കുന്നത്. അപ്പോൾ SIDRA ആ 5 ലെറ്റേഴ്സ് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ കൈവണ്ണം, കുട്ടിയുടെ കൈവണ്ണം നോക്കിയിട്ട് ആ ഒരു വണ്ണത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവരുടെ കൈവണ്ണം നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു ഏകദേശ അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ന്യൂ ബോണിന് ഇത്ര, വലിയവർക്ക് ഇത്ര, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെയിം ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിദ്റ എന്നുള്ള പേര് ഞാനതാ ഇവിടെ കോർത്തെടുത്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിക്കും കേട്ടോ, അത് വിഷയമൊന്നുമില്ല. അടുത്തത് ഞാൻ ഇതാ ഈ ഒരു ലവ് സിമ്പൽ വരുന്ന ഈ ഒരു ബീഡ് ഉണ്ടല്ലോ, അത് എടുത്ത് വെക്കുന്നുണ്ട്. യെല്ലോ ഗ്രീൻ കോമ്പോയിൽ വരുന്ന ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലും കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയും നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു കളർ കോമ്പോയിൽ തന്നെ വരുന്ന ബീഡ്സ് എടുത്തിട്ടുണ്ട് ബാക്കി കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. യെല്ലോ, ഗ്രീന്, ലൈറ്റ് കളേഴ്സ് വരുന്ന ആ ഒരു നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഈ ഒരു വർക്ക് പോലെ തന്നെ കുറച്ച് ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ബാക്കി ഇത് കോർത്ത് കൊടുക്കാം. മിക്സഡ് ആയിട്ടാണ് കോർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കും കോർത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരേ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോർത്തെടുക്കാം. പല കളേഴ്സിൽ മൾട്ടി കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോർത്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ആക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇങ്ങനെ മിക്സഡ് ആക്കിയിട്ട് ഈ ഒരു ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട്. അക്രിലിക് ബീഡ്സാണിത്. ഇതൊരു ഡാമേജും വരില്ല കേട്ടോ. ഇത് കുറേ കാലം നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ബീഡ്സിൻ്റെ പ്രത്യേകത അതാണ്. അക്രിലിക് ബീഡ് കളറ് പോവുകയോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി നമുക്കിത് കെട്ടി കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ അത്രയും ലെങ്ത്ത് മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ലൂസിൽ കെട്ടിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇങ്ങ് പോരും. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? പെട്ടെന്ന് പോരും. അപ്പോൾ 2 കെട്ട് നല്ല ടൈറ്റിൽ കെട്ടിയതിന് ശേഷം ഉൾഭാഗത്ത് നിന്നും വലിച്ചു കൊടുക്കുക, മുകൾ ഭാഗത്ത് നിന്നും വലിക്കുക. അങ്ങനെ നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കുന്ന രീതിക്ക്, കെട്ട് മുറുകുന്ന രീതിക്ക് കെട്ടിയതിന് ശേഷം 3ാമത്തെ കെട്ടും കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ കെട്ടിയാൽ മതി. സിമ്പിളായിട്ടുള്ള പല നോട്ടുകളൊക്കെ ഈ ഒരു നോട്ട് ഇടുന്നതിൽ കാണാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ കെട്ടാറുള്ളത്. 2 ടൈറ്റായിട്ട് 2 നോട്ട് ഇട്ടതിന് ശേഷം 3ാമത്തെ നോട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു 3ാമത്തെ നോട്ട് കൂടി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും. കണ്ടോ? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഹാങ്ങിങ് ബീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചാംസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ചാംസ് വെറുതെ സിമ്പിളായിട്ട് നമ്മുടെ ജംറിങ്ങിൽ കോർത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐ പിന്നാണ് എടുത്തിട്ടുള്ളത്. ഐ പിന്നിലേക്ക് ഫസ്റ്റ് വലിയ ബീഡിനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു
ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ചാംസ് വരുന്ന മോഡൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചാംസ് വരുന്നത് സിമ്പിൾ ആയതുകൊണ്ട് ഇതുകൂടി പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഐ പിന്നും ഹെഡ് പിന്നും വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹെഡ് പിന്നിലേക്കാണ് അടുത്ത ബീഡിനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം ലൂപ്പിന് വേണ്ടിയിട്ട് എടുത്ത് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ വലിയ ബീഡും ചെറിയ ബീഡും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതോടെ സെറ്റായിട്ടുണ്ട് കണ്ടോ. ഷേപ്പ് ബീഡൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആ ബ്ലൂവിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഷേപ്പ് ബീഡാണ് കേട്ടോ. ഇതിൽ അക്രിലിക് ബീഡ് തന്നെ കുറച്ച് പ്രിൻറ്റിങ് വരുന്ന ടൈപ്പിലുള്ള ആ ഒരു ബീഡാണ് യൂസ് ചെയ്തത്, വലിയ ബീഡ്. എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ത്രെഡിലേക്ക് ഇതിനെ കയറ്റി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ എലാസ്റ്റിക് ത്രെഡിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് പേളിലും ഷേപ്പ് ബീഡ്സിലും ഒക്കെ നമ്മുടെ ഷുഗർ ബീഡ്സിലും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ